ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും കുറേ നാളായിട്ടിട്ട്. കാരണം ക്രിസ്മസ് വെക്കേഷനാണ്, അതേപോലെ NSSൻ്റെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു NSSൻ്റെ ക്യാമ്പിനൊക്കെ പോയി എന്തുവാ വീഡിയോസൊക്കെ ഇടാനൊക്കെ വിചാരിച്ചു. പക്ഷെ ഫോൺ വാങ്ങിച്ചു വയ്ക്കും, അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇനി വീഡിയോ ഇടുന്നതിൽ നിർത്താൻ പറ്റൂലല്ലോ. അപ്പോൾ ഇന്ന് തൊട്ട് സ്ഥിരമായി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. ശ്രമിക്കുന്നില്ല, ഇടണം, എല്ലാവരും കാണണം. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡേ ആണ്. കാരണം എൻ്റെ സ്കൂൾ ലൈഫിൽ ഇപ്പോൾ ഞാൻ 5 തൊട്ട് 10 വരെ ഒരു ഗേൾസ് സ്കൂളിലാണ്. അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട എൻ്റെ അത്രയും അടാറ് ഫ്രണ്ടാണ് ഗൈസ്. അടാറെന്ന് പറഞ്ഞാൽ അതൊക്കെ മേലെ നമ്മൾ അടിയുണ്ടാക്കും, നമ്മൾ ഒരുപാട് അടിയുണ്ടാക്കിയിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മിണ്ടും. ആ കാലത്തെ ഫ്രണ്ട്സ് ആയിരുന്നു ട്രൂ ഫ്രണ്ട്സ്. അത് സ്നേക്ക് അല്ല കേട്ടോ ഗൈസ്, ട്രൂ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സിലെ നമ്മൾ 4 പേരായിരുന്നു. ആ 4 പേരിലെ ഒരാളുടെ മാരേജ് ആണ് ഗൈസ് ഇന്ന്. 3/1/2026 3 സോറി 4/1/2026 അവളാ മാരേജ് ആണെന്ന്. അപ്പോൾ ആ മാരേജ് കാണാൻ പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ അതുമാത്രമല്ല, നമ്മൾ 4 പേരും ആ ഒരു 10ാം ക്ലാസ്സിന് ശേഷം ഒരുമിച്ച് കണ്ടിട്ടേ ഇല്ല. 2-3 വർഷം ആവാറായി, ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒരുമിച്ച് കാണാൻ പറ്റും, നമ്മൾ 4 പേരും ഒരു ഫ്രെയിമിൽ വരുമെന്ന്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എനിക്ക് നല്ലപോലെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് ആസിക്ക് നല്ലപോലെ കാണും. ഇന്ന് ആസിയുടെയാണ് മാരേജ്. ഞാനും ഇവള് ഭയങ്കരമായിട്ട് അടിയൊക്കെ കൂടിയിട്ടുണ്ട് ഗൈസ്. അത് ആലോചിക്കുമ്പോൾ അത് ഒരു നല്ല മെമ്മറി ആയിരുന്നു. കാരണം സ്നേക്ക് അല്ലാത്ത ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയ ആ ടൈമിലായിരുന്നു. അവർ നമ്മൾ 4 പേരും അടങ്ങുന്ന ഒരു നല്ല ഗ്യാങ് എന്നല്ല, നമ്മൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരുന്നു. അടി ഉണ്ടാക്കണമെങ്കിൽ അടി, സ്നേഹമാണെങ്കിൽ സ്നേഹം, ഇല്ല അങ്ങനെ ആയിരുന്നു. എനിക്കത് പറയണമെന്നുണ്ട്, പക്ഷെ അതെങ്ങനെ പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അത്രയ്ക്ക് ഇതാണ്. അപ്പോൾ അവളെ മീറ്റ് ചെയ്യുമ്പോൾ അവളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ്, അവളെന്നെ കല്യാണം വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കല്യാണം വിളിച്ചതിന് ശേഷം അപ്പോഴാണ് നമ്മൾ 4 പേരും ഒരു അറ്റാച്ച്മെൻ്റ് ആയത്. അപ്പോഴാണ് ആ മാരേജ് വേണ്ടി വന്നു. അവൾ പറഞ്ഞു മാരേജ് വേണ്ടി വന്നില്ലേ നമ്മൾ 4 പേരും ഒന്നാവാനെന്ന്. എന്നാലും ഇന്ന് ആ കല്യാണത്തിന് പോയി അവൾ ആ ഒരു മാരേജ് ഡ്രസ്സിൽ നിൽക്കുന്നതൊക്കെ കാണാൻ ഒരു 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 ത്വര. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലൊക്കെ പോകാം. ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡ്രസ്സാണ് ഗൈസ്. ഈ ഒരു ഉടുപ്പും ഈ ഒരു പാൻറ്റും ഇതാണെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ് 11:30ക്കാണ് മാരേജ്. അപ്പോൾ ഇപ്പോൾ ടൈം 9:15. അപ്പം അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങണം. വഴി അറിഞ്ഞൂടാ, ലൊക്കേഷനൊക്കെ ഇട്ട് ഞാനും മാളും കൂടെയാണ് പോണത്. ഇവിടെ നിന്ന് അവർ 2 പേരും ഇവിടെ കാണും. അപ്പം സോ എക്സൈറ്റഡ്. അപ്പോൾ ഒരുങ്ങി ഇറങ്ങിയിട്ട് ബാക്കി വ്ളോഗ്സ് കാണാം. ബൈ. ഇതാണ് ഗൈസ് ഇന്നപ്പോൾ ഔട്ട്ഫിറ്റായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ലെഹങ്കയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പെട്ടെന്ന് ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ക്യാമ്പിന് തന്നെ കുറച്ച് ആവശ്യം വന്നപ്പം ഇതാണ് ഇന്ന് ഔട്ട്ഫിറ്റായിട്ട് ചൂസ് ചെയ്യണം. ഐ തിങ്ക് കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ ഒരുങ്ങി പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി മാലയും കമ്മലും ഒക്കെ ഇട്ടു. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക് ഗൈസ്. മാലയും കമ്മലും ഇതൊക്കെയാണ് ഇട്ടത്. കൊള്ളാമെന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ? ചുന്നരിയായിട്ടില്ലേ? എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പിന്നെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി, ഒന്നും നോക്കിക്കൊണ്ടൊന്നും നിൽക്കാൻ നോക്കിയില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങി ബസ് കാത്ത് നിൽക്കുവാണ്. പിന്നെ അങ്ങനെ അവൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ അടുത്ത് പോയി അവളോട് ഒരുമിച്ചാണ് പോകുന്നത്. ഇതാണ് മൈ മാളു ഗൈസ്. ഇവളോടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ കുറേ നാളായി കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ. അങ്ങനെ പല്ല് കാണിച്ച് ചിരിച്ചത് ആരോ കൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ പല്ല് കാണിച്ച് അവൾ ചിരിക്കുള്ളൂ. അതാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. കൊള്ളാം, പല്ല് കാണിച്ച് ചിരിച്ചാലും കൊള്ളാം. അങ്ങനെ ഈ മാധവ മണ്ഡപം അവിടെയാണ് കല്യാണം.
അവളെ എക്സ്പ്രഷനൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെ കണ്ടപ്പം ഭയങ്കര നാണവും ചിരിയും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവളെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളെ കാട്ടിക്കൊണ്ട് അവളെ ഡ്രസ്സിൻ്റെ വെയിറ്റ് ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെരുപ്പൊക്കെ എനിക്ക് കാണിക്കണം, നിങ്ങൾ പൊക്കിയൊക്കെ തരണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നമ്മൾ സംസാരം. ഇവളെ ഇങ്ങനെയാണ് കാണാൻ വേണ്ടി നമ്മൾ ഇരുന്നത്. എന്നുവെച്ചാൽ ഇത്രയും ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് ഇവളെ കാണുന്നത്, 2-3 വർഷത്തിന് ശേഷം. അങ്ങനെ ഇവളുടെ മാരേജ് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ഇവളുടെ മാരേജ് വേണ്ടി വന്നു നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. നമ്മൾ 3 പേരും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളൊക്കെ എന്നെ കുറ്റം പറയണത്, ദൈവമേ ഇതൊക്കെ വ്ളോഗിൽ വരുമല്ലോ എന്ന് എന്നെ കുറ്റം പറയണ ഗൈസ്. പക്ഷെ ആസിക്ക് പേടിയും ടെൻഷനൊക്കെയാണ്. ബട്ട് ഞാനിങ്ങനെ വ്ളോഗിലിങ്ങനെ ഇതാക്കി നിൽക്കുമ്പോൾ അവരൊക്കെ എന്നെ പറയണ ഗൈസ്, ഓ ഇതൊക്കെ ഇന്ന് വ്ളോഗിൽ വരുമല്ലോ. ഇതാണ് അവളുടെ ചെറുക്കൻ. രണ്ടുപേരും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, നല്ല ജോഡിയായിരുന്നു. ഞാനും നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് മറ്റേ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് സാധനമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഗൈസ്. അതെനിക്ക് എന്താണെന്ന് പറയാറുണ്ടൂടാ. നല്ല കപ്പിൾസല്ലേ, ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാവരും നിരീക്ഷിക്കണമല്ലോ, ഇതൊന്നും വ്ളോഗിൽ വരുമ്പോഴായിരിക്കും ഇവരറിയണത്. ആസി പറയുകയും ചെയ്തു, ദൈവമേ ഇതെല്ലാം വ്ളോഗിൽ വരുമല്ലോ എന്ന്. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഗൈസ് വ്ളോഗിടാൻ വേണ്ടിയിട്ട്. ഇനിയെങ്കിലും ഇട്ടില്ലെങ്കിൽ അവരൊക്കെ എന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ വ്ളോഗിടാന്നൊക്കെ വിചാരിച്ചാണ് ഇന്ന് വ്ളോഗിട്ടത്. ഇടണമല്ലോ. അങ്ങനെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. എനിക്കത് മുസ്ലിം മാരേജിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നല്ല മണ്ഡപമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഐസ്ക്രീം തിന്നാൻ വേണ്ടി പോയി. ചായയും വടയൊന്നും ഇവിടെ ആർക്കും പോയില്ലല്ലോ, നമുക്ക് ഐസ്ക്രീമാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പിന്നെ നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ ഇന്ന് 3 പേരും കൂടെ കഴിക്കായിരുന്നു. അവർ ലാസ്റ്റല്ലേ ഇരിക്കത്തുള്ളൂ. കഴിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് 2-3 ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ആസിക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇതായിരുന്നു അവളുടെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ ചേട്ടൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈ ബൈ അറിഞ്ഞ് നമ്മൾ ഇറങ്ങി ഗൈസ്. ഇപ്പം ഇന്ന് അത്രയേ ഉള്ളൂ.